എൻഡോമെട്രിയോസിന്റെ ചികിത്സയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ഈ എൻഡോമെട്രിയോസിസ് എന്ന രോഗം നമുക്ക് ചില സമയത്ത് അല്ലെങ്കിൽ ഭൂരിഭാഗം സമയത്ത് നമുക്ക് കംപ്ലീറ്റ്ലി അതിനെ മാറ്റാൻ പറ്റില്ല. താൽക്കാലികമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ മാറ്റാതെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യങ്ങൾ, ഈ എൻഡോമെട്രിയോസിന്റെ സിവിയറിറ്റി സംടൈംസ് അവർക്ക് ഉണ്ടാവുന്ന സിംറ്റംസുമായിട്ട് റിലേറ്റഡ് ആയിരിക്കില്ല. അതായത് ചില സമയത്ത് വളരെ സിവിയർ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർക്ക് അവരുടെ സിംറ്റംസ് വളരെ സിമ്പിൾ ആയിരിക്കാം, വളരെ ചെറിയ ബുദ്ധിമുട്ടുകൾ, അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്നില്ല. ചില സമയത്ത് വളരെ ചെറിയ എൻഡോമെട്രിയോസിസ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിരിക്കാം. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചികിത്സിക്കാനായിട്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻഡോമെട്രിയോസിന് പല സിംറ്റംസും ഉണ്ട്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെ അവരുടെ സിംറ്റംസിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട്. അതായത് അവർക്ക് വേദനയാണ് അവരുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മെൻസ്ട്രൽ പെയിൻ ആണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനെ ചികിത്സിക്കുക. അതിന് നമുക്ക് പല രീതിയിൽ ചികിത്സിക്കാം. മെഡിസിൻസ് കൊടുക്കാൻ പറ്റും, ഹോർമോണൽ പിൽസ് കൊടുക്കാൻ പറ്റും, സർജറി ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഒരു വന്ധ്യതയാണ് ഈ എൻഡോമെട്രിയോസിസ് കൊണ്ട് അവർക്കുള്ള പ്രശ്നമെങ്കിൽ അതിന് വേണ്ടിയിട്ട് പല ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്. എഗെയിൻ മെഡിസിൻസ് ഉണ്ട്. ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മളതിനെ സർജിക്കലി അത് കറക്റ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻസ് ഉണ്ട്. മൂന്നാമത്തെ രീതിയിൽ, ഇനി അണ്ഡാശയത്തിന്റെ കഴിവ് കുറഞ്ഞുള്ള ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ സർജറി ചെയ്യാതെ നേരിട്ട് IVF പോലത്തെ ചികിത്സകളും കൂടി നമുക്ക് ഈ സിറ്റുവേഷൻസിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് അനുസരിച്ചിട്ട് അവർക്ക് ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് എന്താണെന്നുള്ളത് വേണ്ടത് ഏതൊരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് വേണം നിങ്ങളത് മനസ്സിലാക്കാനായിട്ട്.